സോ ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൾസ്ഡ് ലേസർ അച്ചീവ് ചെയ്യാൻ പറ്റിയ ക്യൂ സ്വിച്ചിങ് എന്നുള്ള മെക്കാനിസത്തിനെ കുറിച്ചിട്ടായിരുന്നു. സോ അതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബേസിക് ലേസർ അതിന്റെ അച്ചീവ്മെന്റിനുള്ള ബേസിക് കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൾസ്ഡ് ലേസർ അച്ചീവ് ചെയ്യാൻ പറ്റിയ മറ്റൊരു മെക്കാനിസം ആണ് മോഡ് ലോക്കിംഗ് എന്ന് പറയുന്ന മെക്കാനിസം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മോഡ് ലോക്കിംഗ് മെക്കാനിസം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ വാട്ട് ഈസ് മോഡ്, മോഡ് ആ വേർഡിന്റെ ഫസ്റ്റ് വേർഡ് തന്നെ എന്താണ്, മോഡ്സ് എന്നുള്ളതാണ്. എന്താണ് മോഡ് എന്നുള്ളത് നോക്കണം. അപ്പൊ മോഡ്സ് എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മുടെ റെസൊണേറ്റർ ക്യാവിറ്റി. എന്താണ് റെസൊണേറ്റർ ക്യാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് പാരലൽ ആയിട്ടുള്ള മിറേഴ്സ് നമ്മൾ പുട്ട് ചെയ്യാറുണ്ട്. ഒരു ഗെയിൻ ആക്റ്റീവ് മീഡിയത്തിന്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ പ്ലേസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ രണ്ട് മിറേഴ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാരലൽ ആയിട്ട് പുട്ട് ചെയ്യാറ്. അതില് ഒന്നെന്താണ്, ഇത് പാർഷ്യലി റിഫ്ലക്റ്റീവ് ആയിരിക്കും, ഇത് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മിറേഴ്സിന് ഇടയിലും ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്റ്റാൻഡിങ് വേവ്സിനെയാണ് നമ്മൾ എന്താ പറയാ, ലേസർ മോഡ്സ്. അതായത് പോസിബിൾ ആയിട്ടുള്ള സ്റ്റാൻഡിങ് വേവ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ സ്റ്റാൻഡിങ് വേവ്സിന് മാത്രമാണ് എന്ത് പറയാ, ലേസർ മോഡ്സ്. അല്ലാത്ത വേവ്സും അതിൽ പോസിബിൾ ആണ്, പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് അതിൽ ഫോം ചെയ്യുന്ന സ്റ്റാൻഡിങ് വേവ്സ് ആണ്. ഓക്കെ, ഇനി എന്താണ് സ്റ്റാൻഡിങ് വേവ്സ്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതായത് നമ്മുടെ ഇതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഗെയിൻ മീഡിയത്തിൽ എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോൺസ്, അതായത് ലൈറ്റ്സ് എമിറ്റ് ചെയ്യും. ഈ ലൈറ്റ്സ് ആണ് ഇവിടെ കിടന്നിട്ട് എന്ത് ചെയ്യുക, റിഫ്ലക്ട് ചെയ്യുക അല്ലെ. അതെന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ദി മിറേഴ്സ്. അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഇതാവുകയാണെങ്കിൽ രണ്ട് വേവ്സ്, ഒരു വേവ് ഇങ്ങനെ പോയി ദെൻ മറ്റൊരു വേവ് തിരിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഫോം ചെയ്യും, നിങ്ങൾ വേവ്സ് മെക്കാനിസത്തിലൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് അല്ലെ, എന്ത് സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യും. ദെൻ ഈ ഒരു മെക്കാനിസം ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നു, സ്റ്റാൻഡിങ് വേവ്സ് അവിടെ ഫോം ചെയ്യുന്നു. ഈ സ്റ്റാൻഡിങ് വേവ്സിനെ, പോസിബിൾ ആയിട്ടുള്ള ഇത്രയും സ്റ്റാൻഡിങ് വേവ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലേസർ മോഡ്സ് എന്ന് പറയാം. ലേസറിന്റെ മോഡുകൾ. ഓക്കെ ആണല്ലോ. ദെൻ ഇനി ശ്രദ്ധിക്കുക, അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറെ ലേസർ മോഡ്സ് എവിടെ പോസിബിൾ ആകാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ലേസർ അറേഞ്ച്മെന്റിൽ, ഈ റെസൊണേറ്റർ കാവിറ്റിയിൽ പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലേസർ മോഡ്സില് ഒരുപാട് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഫ്രീക്വൻസി സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇത് ന്യൂ ആണ്, ന്യൂ അലോങ് ഈ ആക്സിസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ഒരുപാട് സ്പെക്ട്രം കിട്ടും. സ്പെക്ട്രം മീൻസ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ടാവും. ഫ്രീക്വൻസി ലൈൻസ് നമുക്ക് ഇങ്ങനെ ആയിരിക്കും അതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോ ന്യൂ 0 എന്ന് പറയാം, സെൻട്രൽ ഫ്രീക്വൻസി ആണ് വിചാരിക്കാം. ദെൻ ന്യൂ 1, ന്യൂ 2 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫ്രീക്വൻസീസ്, അതായത് രണ്ട് അടുത്തടുത്തുള്ള ഫ്രീക്വൻസീസ് തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് എന്താ പറയാ, ന്യൂ എഫ് എന്ന് പറയാം. എന്താ പറയാ, ന്യൂ എഫ്. ന്യൂ എഫിന്റെ വാല്യൂ എന്താണ്, ഇതൊക്കെ ഡെറിവേഷൻ, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ഈ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഈ സി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദി ക്യാവിറ്റി ആണ്, അതായത് ഈ അറേഞ്ച്മെന്റിന്റെ ലെങ്ത്, ദാറ്റ് ഈസ് എൽ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ബേസിക് ആയിട്ട് മോഡ്സ് എന്നുള്ളതിനെ കുറിച്ച് അറിയേണ്ടത്. എന്താണ് മോഡുകൾ, അതായത് പോസിബിൾ ആയിട്ടുള്ള സ്റ്റാൻഡിങ് വേവ്സ് ആണ്. പോസിബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് സ്റ്റാൻഡിങ് വേവ്സ് ഇതിൽ പോസിബിൾ ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് നമുക്ക് എന്താണ്, ഓരോ മോഡ്സിനും ഓരോ ഫ്രീക്വൻസീസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഫ്രീക്വൻസിന്റെ സ്പെക്ട്രം കിട്ടും. അതിന് രണ്ട് നൈബർഹുഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് C/2L ആയിരിക്കും. സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, എൽ എന്ന് പറഞ്ഞാൽ ക്യാവിറ്റിന്റെ ലെങ്ത് ആണ്. അതായത് രണ്ട് മിറേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ആ സെറ്റപ്പിന്റെ ലെങ്ത്. ഇനി ഫിഗർ നോക്കാം. നമുക്ക് പല രീതിയിൽ ഈ ക്യാവിറ്റീസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിലുള്ള ഒന്നാമത്താണ് രണ്ട് പ്ലെയിൻ മിറേഴ്സ് വെക്കുക എന്നുള്ളത്. പ്ലെയിൻ മിറേഴ്സ് ആണെങ്കിൽ ആരോ മാർക്ക് കണ്ടില്ല, റെഡ് ആരോ മാർക്ക് കണ്ടില്ല, ഇങ്ങനെയായിരിക്കും വേവ്സ് ഉണ്ടാവും, സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യും. ഇനി അതല്ല കോൺസെൻട്രിക് റെസൊണേറ്റ്. കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ രണ്ട് കോൺകേവ് മിറേഴ്സ് പുട്ട് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ബാക്ക് ആൻഡ് ഫോർത്ത് ഈ അറേഞ്ച്മെന്റ് പോകും. ദെൻ കോൺഫോക്കൽ റെസൊണേറ്റർ. കോൺഫോക്കൽ റെസൊണേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഈ ഡിസ്റ്റൻസും, അതായത് ഇതിനെ നമ്മൾ എൽ എന്ന് വിളിക്കുകയാണെങ്കിൽ, ദെൻ അതുപോലെ തന്നെ ഇതിന്റെ റേഡിയസ് സം ആർ ഉണ്ടാവുമല്ലോ, ആ ആറും എല്ലും തമ്മിൽ ഉണ്ട് ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഒബേ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ഇത് കോൺഫോക്കൽ റെസൊണേറ്റർ എന്ന് പറയുന്നത്. അപ്പം കോൺസെൻട്രിക് റെസൊണേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കോൺകേവ് മിറേഴ്സ് പ്ലേസ് ചെയ്യുന്നതാണ്. അതിൽ സം സ്പെഷ്യൽ കേസ് ആണ് ഇത് കോൺഫോക്കൽ റെസൊണേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അടുത്തിട്ടായിരിക്കും ഉണ്ടാവുക. സം കണ്ടീഷൻസ് ഉണ്ടാവും ഈ ഡിസ്റ്റൻസ്, അതായത് ലെങ്ത്തും അതുപോലെ തന്നെ ഈ ഒരു കോൺകേവ് മിററിന്റെ റേഡിയസും തമ്മിൽ. ഇനി അടുത്താണ് റിംഗ് റെസൊണേറ്റർ. 3 മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ വേവ്സ് ഫോം ചെയ്യുന്നത് ഈ ഒരു മോഡലിലായിരിക്കും. ഇങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റെസൊണേറ്റർ ക്യാവിറ്റി, അതായത് ആ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ പർപ്പസിനനുസരിച്ച് മാക്സിമം എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. കാരണം എന്താണ്, കൂടുതൽ മിറേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടുതൽ റിഫ്ലക്ഷൻസ് ഒക്കെ ചെയ്യും. കൂടുതൽ റിഫ്ലക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും, കൂടുതൽ സ്റ്റാൻഡിങ് വേവ്സ് പോസിബിൾ ആവും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, നമുക്ക് പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇത് മാത്രമൊന്നല്ല ഇനിയും ചെയ്യാൻ പറ്റും. ഒരു സം എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് നമുക്ക് ലേസർ മോഡ്സിൽ ഒരുപാട് മോഡ്സ് പോസിബിൾ ആണ്. അതിൽപ്പെട്ട ഒരു മോഡാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ. രണ്ടാമത്താണ് ട്രാൻസ്വേഴ്സ്. മൂന്നാമത്തത് പോളറൈസേഷൻ മോഡ്സ്, ദെൻ എക്സെട്ര. അങ്ങനെ പല മോഡ്സും അവൈലബിൾ ആണ് ഇവിടെ ഒരു റെസൊണേറ്റർ ക്യാവിറ്റിയിൽ. ബട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ചെയ്തേ ഉള്ളൂ ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആ മോഡ് എന്താന്ന് നോക്കട്ടോ. ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ് സിമ്പിൾ ആണ്. നിങ്ങൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതേ തിയറി തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് ദ സ്റ്റാൻഡിങ് വേവ്സ് എലോങ് ദി ഒപ്റ്റിക്കൽ ആക്സിസ് ഓഫ് ദി ലേസർ. അതായത് ഈ റെസൊണേറ്ററിന്റെ ആക്സിസ്, അതാണ് ഇവിടെ കൊടുത്ത ഈ സെഡ് ആക്സിസ് ഫിഗറിൽ നിങ്ങൾ നോക്കുക. അപ്പൊ ഇതേ ആക്സിസിന് എലോങ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് വേവ്സിനെയാണ് എന്ത് പറയാ, ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്സ് എന്ന് പറയാം. അപ്പൊ ഫിഗറിൽ രണ്ട് മോഡ്സ് പോസിബിൾ ആയിട്ടുള്ള രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എന്താണ് ഡാർക്ക് ലൈനായിട്ടും ഒന്ന് ഡോട്ടർ ലൈനായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്, ഈ പോസിബിൾ ആയിട്ടുള്ള രണ്ട് മോഡ്സ് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ലേസറിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തത്. രണ്ട് മിറേഴ്സ് വെച്ചിട്ടുണ്ട്, അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്, ഗെയിൻ മീഡിയൻ ബിറ്റ്വീൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലോഞ്ചിറ്റ്യൂണൽ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒപ്റ്റിക്കൽ ആക്സിസ്, അതായത് ഈ അറേഞ്ച്മെന്റിന്റെ ഒപ്റ്റിക്കൽ ആക്സിസിന് എലോങ് ആയിട്ടാണ് സ്റ്റാൻഡിങ് വേവ്സ് ഉള്ളതെങ്കിൽ ആ മോഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ്. കാരണം പോസിബിൾ ആയിട്ടുള്ള സ്റ്റാൻഡിങ് വേവ്സിനാണ് മോഡ്സ് എന്ന് പറയാം. ആ മോഡ്സ് അല്ലെങ്കിൽ ആ സ്റ്റാൻഡിങ് വേവ്സ് എലോങ് ആക്സിസ് ആണെങ്കിൽ അതിനെന്ത് വിളിക്കും, ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ് എന്ന് പറയും. ഇനി പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ആണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ബട്ട് നിങ്ങളുടെ ഫോക്കസിൽ ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ് ആണ് ഇമ്പോർട്ടന്റ്. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമ്മൾ പറയും. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ, കറക്റ്റ് ആയിട്ട് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അറിയാം. ദെൻ നെക്സ്റ്റ് ആണ് നമ്മുടെ ടോപ്പിക് മോഡ് ലോക്കിംഗ് മെക്കാനിസം. അപ്പൊ ഈ മോഡ് ലോക്കിംഗ് മെക്കാനിസം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡ്സ് എന്താന്ന് പറഞ്ഞതും ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ് എന്താന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു രണ്ട് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ മെക്കാനിസം അറേഞ്ച് ചെയ്തതും വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് മെക്കാനിസം ആണ്. ക്യൂസിക്സിനേക്കാൾ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെക്കാനിസം ആണ് മോഡ് ലോക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ ഈ ടെക്നിക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്, ട്രെയിൻസ് ഓഫ് അൾട്രാ ഷോർട്ട് പൾസസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് അൾട്രാ ഷോർട്ട് പൾസസ്? അൾട്രാ ഷോർട്ട് പൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത്, രണ്ട് പൾസുകൾ തമ്മിലുള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10⁻⁻12 സംതിങ് സെക്കൻഡ്സ് ആയിരിക്കും വരിക. ഓക്കെ, എന്താണ് 10⁻⁻15 സംതിങ്, ഈ ഒരു ഇന്റർവെല്ലിലാണ് ആ ഒരു എന്ത് വരിക, അതിന്റെ ഡ്യൂറേഷൻ വരിക, ഒരു പൾസിന്റെ ഡ്യൂറേഷൻ വരിക. പൾസസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, ഇതാണ് പൾസ് ഷേപ്പ്. അപ്പൊ ഇതിന്റെ ഈ ഡ്യൂറേഷൻ ആണ് നമ്മൾ ഈ ഒരു സെക്കൻഡിൽ വരിക. ഇതിനാണ് അൾട്രാ ഷോർട്ട് പൾസസ് എന്ന് നമ്മൾ പറയുന്നത്.
അൾട്രാ ഷോർട്ട് പൾസസ് എന്നുള്ള വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ന്യൂമറിക്കൽസ് ഒന്നും ഇമ്പോർട്ടന്റ് ഇല്ല. അപ്പൊ നിങ്ങൾ അറിയാം എന്തിനാണ് മോഡ് ലോക്കിംഗ് മെക്കാനിസം. ക്യൂ സ്വിച്ചിങ്ങിന് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടില്ല. ബട്ട് മോഡ് ലോക്കിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അൾട്രാ ഷോർട്ട് പൾസസ് ജനറേറ്റ് ചെയ്യുന്ന മെക്കാനിസം ഏതാണ്, അത് ഏതാണ്, മോഡ് ലോക്കിംഗ് ആണ്. അല്ലെങ്കിൽ മോഡ് ലോക്കിംഗ് മെക്കാനിസം ഏത് ടൈപ്പ്, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പൊ അതിലൊരു ഓപ്ഷൻ ഏതായിരിക്കും, ടു പ്രൊഡ്യൂസ് ദി അൾട്രാ ഷോർട്ട് പൾസസ് എന്നായിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ വൈസിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അവിടെ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് നോക്കുക. ലോക്കിംഗ് ദി phases of different longitudinal modes of the laser. It's very much. അപ്പൊ ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ് എന്താ നമ്മൾ പറഞ്ഞു. അപ്പൊ ഡിഫറെന്റ് ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ് നമുക്ക് എന്താണ് ഈ റെസൊണേറ്റർ ക്യാവിറ്റിയിൽ പോസിബിൾ ആണ്. ആ ലോഞ്ചിറ്റ്യൂണൽ മോഡ്സിന്റെ ഫേസുകൾ, ഫേസ് എന്താ നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓരോ ഇതിനും ഡിഫറെന്റ് ഫേസുകളായിരിക്കും ഉണ്ടാവുക. ആ ഫേസുകളൊക്കെ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപോലെ ആക്കി വെക്കുക. ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്, അൾട്രാ ഷോർട്ട് പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ്, നമ്മുടെ റെസൊണേറ്റർ ക്യാവിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് ലോഞ്ചിറ്റ്യൂണൽ മോഡ്സിന്റെ ഫേസുകൾ ലോക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. ലോക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും, അൾട്രാ ഷോർട്ട് പൾസസ് ഫോം ചെയ്യാൻ പറ്റും. ഇനി അതെങ്ങനെയാ ഫോം ചെയ്യുന്നത് നോക്കുക. അതായത് ഈ ഫേസ്, അതായത് ഡിഫറെന്റ് ലോഞ്ചിറ്റ്യൂണൽ മോഡ്സിന്റെ ഫേസുകൾ നമ്മൾ എന്ത് ചെയ്യും, സിങ്ക്രണൈസ് ചെയ്യുക അല്ലെങ്കിൽ ലോക്ക് ചെയ്യുക. സിങ്ക്രണൈസ് ഓർത്തെക്കാൻ ബുദ്ധിമുട്ടാണ്. ലോക്ക് രണ്ടും വേർഡ് ഒന്നാണ്. എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുന്നു. ആദ്യം ലോക്ക് ചെയ്യുന്ന ഒരുപോലെ വരുന്ന ഫേസുകളെ നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരുപോലെ വരുന്നത് പറഞ്ഞാല് ഇപ്പം ഇങ്ങനെ ഒരു മോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊക്കെ ഒരു മോഡ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഈ പീക്കും ഈ പീക്കും എന്താണ്, ഈക്വൽ ആണ്, സെയിം ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരേ ഫേസിൽ വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ അതിന്റെ ഗ്രാഫ്സ് ഡീറ്റെയിൽ ആയി പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഐഡിയ എത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക, ഡിഫറെന്റ് ലോഞ്ചിറ്റ്യൂണൽ മോഡ്സിന്റെ എന്താണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്, ഫേസ് ആണ് ലോക്ക് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഫേസ് ആണ് ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ ഫേസ് ലോക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഓരോ മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്സും മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് ആണ്, EM വേവ്സ് ആണ്. അതിൽ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യും, ഡിഫറെന്റ് മോഡ് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപോലെയാണ് നിൽക്കുക. ഒരുപോലെ എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഒരുപോലെ എന്നല്ല, മാക്സിമത്തിലായിരിക്കും എല്ലാ, ആ ഒരു ലോഞ്ചിറ്റ്യൂണൽ മോഡിന്റെ മാക്സിമത്തിലായിരിക്കും അത് ലോക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, അതെല്ലാം കൂടി എന്ത് ചെയ്യാൻ പറ്റും, ആഡപ്പ് കൊഹിറന്റ്ലി ആഡപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക, ഒക്കെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒപ്റ്റിക്സിൽ ചെറിയ ക്ലാസ്സിൽ. എന്താണ്, മാക്സിമം ഇന്റൻസിറ്റി ഉണ്ടാവും. കൺസ്ട്രക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ് ആകുമ്പോഴോ മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഡാർക്ക് സ്പോട്ടും ബ്രൈറ്റ് സ്പോട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫേസ് ലോക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫെയർ ചെയ്യാം. അതായത് കൊഹിറന്റ്ലി ആഡ് ചെയ്യാൻ പറ്റും. അത് മാക്സിമം നമുക്ക് എന്ത് കിട്ടും, ആംപ്ലിറ്റ്യൂഡ്, ഇന്റൻസിറ്റി അവിടെ കിട്ടും. ഇന്റൻസിറ്റി മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും അത് കിട്ടുക, അതിന്റെ ഔട്ട്പുട്ട്. Then due to the constructive interference at the regular interval of time, നമുക്ക് എല്ലാ സമയത്തും ഇത് കിട്ടൂല. എല്ലാ സമയത്തും കിട്ടിയാൽ നമുക്ക് കണ്ടിന്യൂസ് ലേസർ കിട്ടുമായിരുന്നു. ബട്ട് അങ്ങനെയല്ല, ഇതൊരു കണ്ടിന്യൂസ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുക. അതായത് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ മാത്രം ഇങ്ങനെ മോഡ് ലോക്ക് ചെയ്യുന്ന പ്രോസസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ മാത്രം മാക്സിമത്തിൽ വരുമ്പോൾ അതിന് നമ്മൾ എന്ത് വിളിക്കും, അല്ലെ. ഇപ്പൊ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു മാക്സിമം ഒക്കെ ചെയ്തു, ദെൻ പിന്നെ ഉണ്ടാവില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും മാക്സിമം ഒക്കെ ചെയ്യൂ, പിന്നെയും കുറച്ച് മാക്സിമം. ഇതാണ് എന്ത്, ട്രെയിൻസ് ഓഫ് പൾസസ്, അല്ലെ. അപ്പം ഇതിന്റെ പ്രത്യേകത, ഈ ഒരു ഇതിൽ ഇതിന്റെ ഡ്യൂറേഷൻ എന്തായിരിക്കും, അൾട്രാ ഷോർട്ട് പൾസ് റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അൾട്രാ ഷോർട്ട് പൾസസ് കിട്ടുന്നത്. ഇതിന്റെ പ്രോസസ് സിമ്പിൾ ആണ്, ക്യൂ സ്വിച്ചിങ്ങിന്റെ അത്ര പ്രശ്നമല്ല. ബട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളിവിടെ ചെയ്യുന്നത് ഡിഫറെന്റ് ലോഞ്ചിറ്റ്യൂണൽ മോഡ്സിന്റെ ഫേസിനെ ലോക്ക് ചെയ്യാണ്. ഫേസ് ലോക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആഡപ്പ് ചെയ്യും. അത് കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ എന്ത് ചെയ്യും, പൾസസ് ജനറേറ്റ് ചെയ്യും. പൾസ് ജനറേറ്റ് കാരണം റെഗുലർ ഇന്റർവൽ ടൈമിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യാം, കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. ഓക്കെ ആണല്ലോ. ദെൻ ഇനി അതിന്റെ സ്കിമാറ്റിക് ഡയഗ്രാം. ഇത് ഇമ്പോർട്ടന്റ് മീൻസ് ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ എല്ലോ ആയി. കാരണം ഇത് ഡിഫറെന്റ് മോഡാണ്. ഇതൊരു ടൈപ്പ് മോഡാണ്, ഇത് വേറെ ലോഞ്ചിറ്റ്യൂണൽ മോഡാണ്, ഇത് വേറെ ലോഞ്ചിറ്റ്യൂണൽ മോഡാണ്. 3 ടൈപ്പ് മോഡ്സ് ഉണ്ട്. കുറെ മോഡ് ഞാൻ ഇവിടെ
നിങ്ങൾക്ക് ഒരു 3 ടൈപ്പ് മോഡ്സ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ നോക്കാം. കണ്ടോ, ഈ പോയിന്റിൽ മാക്സിമം ആണ്, ഇതിന്റെ മാക്സിമം ആണ്, ഇതിന്റെ മാക്സിമം ആണ്. ഇവിടെ എത്തുമ്പോ നോക്കൂ, ഇത് അലൈൻമെന്റ് ഇല്ല, ഇത് വേറെ, ഇത് മിനിമത്തിലാണ്, ബട്ട് ഇത് മിനിമത്തിലല്ല, ഇത് വേറൊരു പോയിന്റിലാണുള്ളത്, ഇത് വേറൊരു പോയിന്റിലാണ്. ഈ ഇവിടെ ഒരു വര വെച്ചിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ നോക്കൂ, കണ്ടോ, 3ന്റെ മാക്സിമത്തിൽ അല്ല അത് അലൈൻ ചെയ്യുന്നത്. പിന്നെ അത് മാക്സിമം 3ന്റെ മാക്സിമം അലൈൻ ചെയ്യുന്ന അടുത്ത പോയിന്റ് പറഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ്, അല്ലേ? അപ്പൊ ഇതിനെയാണ് എന്താ പറയാ, ഫേസ് മോഡ് ലോക്കിംഗ് എന്ന് പറയാം. ഫേസുകൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച്മെന്റ് ചെയ്യുന്നതാണ്, അല്ലാതെ നാച്ചുറൽ ഇത് ഒക്കെ ചെയ്യുന്നല്ല. ഇതിന് അനുസരിച്ചുള്ള സിറ്റുവേഷൻസ്, അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ, റെസൊനേറ്റർ കാവിറ്റിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അതിലുള്ള ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ് ഒക്കെ കൂടി എന്ത് ചെയ്യുക, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, റെഗുലർ ഇന്റർവെല്ലിൽ എന്ത് ചെയ്യുക, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഒക്കെ ചെയ്യുന്ന മോഡലാക്കുക. അപ്പൊ ഇത് 3 മാക്സിമത്തിലായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആവും. അപ്പൊ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാവുക നെക്സ്റ്റ് മാക്സിമം ഫേസ് ലോക്ക് ചെയ്യുന്ന പോർഷനിലായിരിക്കും. കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ പൾസസ് ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വേർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഗ്രാഫ് വെച്ച് ഡിനോട്ട് ചെയ്താണ്. ഇത് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. പിന്നെ ഇതിന്റെ ടൈം ഡ്യൂറേഷൻസ്, അതായത് നമ്മൾ പറഞ്ഞു അറ്റ് റെഗുലർ ഇന്റർവൽ ടൈമിലാണ് പൾസസ് ഉണ്ടാവുക. ഒരു പൾസ് കഴിഞ്ഞ് അടുത്ത പൾസിലേക്കുള്ള ടൈം ഡ്യൂറേഷൻ ആണ് ഇവിടെ കൊടുത്തത്. ടി ഈസ് ഈക്വൽ ടു 2L/c. ഇവിടെ L എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഓഫ് ദി റെസൊനേറ്റർ കാവിറ്റി ആണ്. സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. NG എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, NG എന്ന് പറഞ്ഞാൽ 1, 2 മോഡ്സിന്റെ നമ്പർ ആണ്, 1, 2, 3, 4 എക്സെട്ര. ഓക്കെ, നമ്മൾ വേവിന് ഒക്കെ കൊടുക്കുക, നമ്പർ ഒക്കെ കൊടുക്കുന്ന പോലെ നമ്പറാണ്. ഈ ടൈം ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ദെൻ ഇത് നമ്മൾ അൾട്രാ ഷോർട്ട് പൾസസ് എന്നാണ് പറയാട്ടോ. അൾട്രാ ഷോർട്ട് പൾസ് ഇമ്പോർട്ടന്റ് ആണ്. അൾട്രാ ഷോർട്ട് പൾസസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡ് ലോക്കിംഗ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് അതിന്റെ തിയറി പാർട്ട് ഉള്ളത്, അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് എന്നുള്ളത്. ദെൻ ഇനി 2 പോസിബിൾ മെക്കാനിസം, ക്യൂ സ്വിച്ചിങ്ങിനെ പോലെ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ആക്റ്റീവ് മോഡ് ലോക്കിംഗ് ഉണ്ട്, പാസീവ് മോഡ് ലോക്കിംഗ് ഉണ്ട്. ഒന്നുമില്ല, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യൂ സ്വിച്ചിങ് ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെയാണ്. ആക്റ്റീവ് മോഡ് ലോക്കിംഗ് ആണെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ മോഡുലേറ്റർ യൂസ് ചെയ്യും. എക്സ്റ്റേണൽ മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒന്നെങ്കിൽ അക്കോസ്റ്റിക് ഓപ്റ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോ ഓപ്റ്റിക് മോഡുലേറ്റേഴ്സ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതിന് സെയിം സാധനങ്ങൾ. ഇനി ഇവിടെ നടക്കുന്ന എന്താണ്, ഗെയിൻ ഓർ ലോസ് മോഡുലേഷൻ നമ്മൾ പഠിച്ചാണ്. മോഡുലേഷൻ ഗെയിന് ലോസും മോഡുലേറ്റ് ചെയ്ത് അതിന്റെ ത്രഷോൾഡ് അച്ചീവ് ചെയ്യുന്നതിന്റെ ബേസിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഫോം ചെയ്യുമ്പോൾ അത് ഫേസ് മോഡ് ലോക്കിംഗ് ആയിരിക്കും നടക്കുക. ദെൻ അൾട്രാ ഷോർട്ട് പൾസ് ജനറേറ്റ് ചെയ്യും. ബാക്കിയുള്ളൊക്കെ സെയിം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. അപ്പൊ പാസീവ് മോഡ് ലോക്കിംഗ് ആണെങ്കിലോ മെയിൻ ആയിട്ട് ഡിഫറൻസ് എന്താണ്, സാച്ചുറബിൾ അബ്സോർബർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞാണ്. ഇതിലും എന്ത് ചെയ്യാണ്, ഈ സാച്ചുറബിൾ അബ്സോർബറിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്, പ്രോപ്പർട്ടി എന്തായിരുന്നു, അബ്സോർബ് ലോവർ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, ദെൻ ഹയർ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് വന്നാൽ ട്രാൻസ്പെറന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് പ്രോപ്പർട്ടി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫേസ് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു അറേഞ്ച്മെന്റ് ഒപ്റ്റെയിൻ ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ മോഡുലേറ്റർ വെച്ചിട്ടും ആ ഫേസ് ലോക്കിംഗ്, അതായത് അറേഞ്ച് ചെയ്യുക, മാക്സിമം വരുന്ന പോർഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് മോഡ് ലോക്കിംഗ് നടത്തുകയാണ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് 2 ടൈപ്പ് ഉള്ളത്. ഇതിന്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ 2 ടൈപ്പ് ഉണ്ട്. ആക്റ്റീവ് മോഡ് ലോക്കിംഗ്, അതിൽ ഒരു എക്സ്റ്റേണൽ മോഡുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പാസീവ് മോഡ് ലോക്കിംഗ് ആണെങ്കിൽ സാച്ചുറബിൾ അബ്സോർബർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ സാച്ചുറബിൾ അബ്സോർബറിന്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ലോ ഇന്റൻസിറ്റി ആണെങ്കിൽ ആ ലൈറ്റിനെ അത് അബ്സോർബ് ചെയ്ത് വെക്കും, അതായത് പാസ് ചെയ്യൂല. ഇനി ഹൈ ഇന്റൻസിറ്റീസ് വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും, അതിനെ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞത് എല്ലാത്തിനും എന്ത് ചെയ്യും, പാസ് ചെയ്യും. അതിനെ എന്ത് ചെയ്യൂല, അബ്സോർബ് ചെയ്യൂല. ഈ ഒരു പ്രോസസ്സാണ്. അപ്പൊ അത് 2 ടെക്നിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 2 ടൈപ്പ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ബട്ട് 2 ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു ലേസർ അച്ചീവ് ചെയ്യണമെങ്കിൽ, ലേസർ ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ, ലോവർ സ്റ്റേറ്റ് ഉണ്ടാവും, ഹയർ സ്റ്റേറ്റ് ഉണ്ടാവും, അല്ലെ, E1 E2. അങ്ങനെയാണെങ്കിൽ ഈ ലോവർ എനർജി സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് ആറ്റംസ്, ദാറ്റ് ഈസ് N1 നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്, ആൻഡ് ഇത് N2 എന്ന് വിചാരിക്കാം. അതായത്
ഹയർ എനർജി സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾ N2 ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? N2 എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ N1 ആവണം. ദാറ്റ് ഈസ് എ കണ്ടീഷൻ. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾ എന്ത് ചെയ്യണം? എപ്പോഴും ഹയർ എനർജി സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം? കൂടുതലാവണം ലോവർ എനർജി സ്റ്റേറ്റിനേക്കാൾ. എന്നാലേ എന്ത് അച്ചീവ് ചെയ്യുള്ളൂ? ലേസർ ആക്ഷൻ അച്ചീവ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അതിനെ നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയാം. ഈ ഒരു കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നതിന് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയും. ഓക്കെ, ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു 2 ലെവൽ സിസ്റ്റം, രണ്ട് എനർജി ലെവൽസ് അല്ലേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ 2 എനർജി ലെവൽസ് ആവുമ്പോൾ ഈ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യൽ എന്താണ്? ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ റേറ്റ്സ് ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് ഡി എക്സൈറ്റേഷൻസ് ആർ ഈക്വൽ. അതായത് ഇവിടെ നിന്ന് നമ്മളൊരു ആറ്റത്തിനെ ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്തു, സം എനർജി ഔട്ട്പുട്ട് ആയി കൊടുത്തിട്ട്, ബട്ട് അതേപോലെ തന്നെ അതെന്ത് ചെയ്യും? ഡി എക്സൈറ്റ് ചെയ്യാനുള്ള റേറ്റും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരാൾ എക്സൈറ്റ് ചെയ്യുമ്പോഴേക്കിന് അടുത്ത ആൾ അവിടുന്ന് എന്ത് ചെയ്യും? ഡി എക്സൈറ്റ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവിടുന്ന് എത്രത്തോളം ആൾക്കാരെ നമ്മളെ മുകളിലോട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നോ അത്രത്തോളം ആൾക്കാർ എങ്ങോട്ട് വരാനുള്ള റേറ്റും സെയിം ആണ് താഴോട്ട് വരാൻ. ഒരിക്കലും തന്നെ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റൂല? മുകളിൽ കുറെ ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റൂല? അച്ചീവ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ അച്ചീവ് ചെയ്തിട്ടില്ല പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ത് ചെയ്യൂല? അച്ചീവ് ചെയ്യൂല. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്തിട്ടില്ല എങ്കിൽ ലേസർ ആക്ഷനും എന്ത് ചെയ്യൂല? അച്ചീവ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ 2 ലെവൽ സിസ്റ്റം എന്നുള്ളത് എന്തല്ല? ലേസർ ആക്ഷന് പോസിബിൾ അല്ല. 2 ലെവൽ സിസ്റ്റംസ് ഓക്കെ ആണോ? 2 എനർജി ലെവൽസ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്ത് പോസിബിൾ അല്ല? ലേസർ ആക്ഷൻ പോസിബിൾ അല്ല. ബാക്കിയുള്ള എമിഷൻ പോസിബിൾ ആണ്, ലൈറ്റ്സ് ഒക്കെ എമിറ്റ് ചെയ്യും. ബട്ട് ലേസർ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് അതിന്റെ ആക്ഷൻ നമുക്ക് ഒക്കർ ചെയ്യാൻ പറ്റൂല. അതിനുള്ള റീസൺ ആണ് എന്ത്? എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനും എന്തായിരിക്കും? ഈക്വൽ റേറ്റ് ആയിരിക്കും. ഈക്വൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ മുകളിൽ എത്തിയോളം എന്ത് ചെയ്യും? താഴോട്ടും വരും. ഒരിക്കലും ഈ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യൂല. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വേണം. എന്തുകൊണ്ട് 2 ലെവൽ സിസ്റ്റംസിൽ ലേസർ എന്നുള്ള കൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? നെക്സ്റ്റ്, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചിന്തിക്കുന്ന ഒരു മെത്തേഡ് ആണിത് 3 ലെവൽ സിസ്റ്റം. സോറി, 3 ലെവൽ സിസ്റ്റം. അപ്പൊ 2 പറ്റിയില്ലെങ്കിൽ നമ്മൾ 3 ഉള്ളത് ചിന്തിക്കും അല്ലെ? അപ്പൊ 3 ലെവൽ സിസ്റ്റം ആകുമ്പോൾ നിങ്ങൾ ഫിഗർ ഇവിടെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ E1. ഇത് നമ്മൾ എന്താ പറയും? ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ഹയർ എനർജി ലെവൽ ആണ് E2, E3. ഈ 3 എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കുക, E1 എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇനീഷ്യലി എല്ലാ ആറ്റംസ് ഓർ മോളിക്യൂൾസ് എവിടെ ഉണ്ടാവുക? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? പമ്പ് ചെയ്യും അല്ലെ? പമ്പ് എന്ന് പറഞ്ഞാൽ എന്താകും? ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി, എന്തെങ്കിലും ലൈറ്റോ ഫ്ലാഷ്, ഡിഫറെന്റ് പമ്പിംഗ് മെക്കാനിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ആറ്റംസ് ഓർ മോളിക്യൂൾ ഹയർ എനർജി സ്റ്റേറ്റ് ആയിട്ടുള്ള E3 പാസ് ചെയ്യും. E2 അവിടെ ഇല്ല എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ തുടക്കത്തിൽ E2 അവിടെ ഇല്ല വിചാരിക്കും. അപ്പൊ എങ്ങോട്ടാ പോവാ? E3 ആണ് ഇവിടുത്തെ ഹയർ എനർജി ലെവൽ. ബട്ട് ദ ലെവൽ ടിപ്പിക്കലി ഷോർട്ട് ലിവ്ഡ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് 2 ലെവൽ സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റേറ്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ലിവ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫ് ടൈം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും? ആറ്റംസ് ഡി എക്സൈറ്റ് ചെയ്തും കൂടി പോരും. അതായത് സിമുലേറ്റഡ് എമിഷൻ തന്നെ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ആറ്റംസ് എന്ത് ചെയ്യും? പെട്ടെന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരും. ബട്ട് ഇതിന്റെ ഇടയിൽ ഒരു എനർജി സ്റ്റേറ്റ് കൂടെ കൺസിഡർ ചെയ്യുകയാണ്. ഇതിനെ നമ്മൾ എന്ത് പറയും? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയും. എന്താ പറയാ? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേ ഇൻ ദി സ്റ്റേറ്റ് ആർ ലോങ്ങർ. മീൻസ് ഇതിന്റെ ലൈഫ് ടൈം എന്താണ്? വളരെ കൂടുതലാണ്. ഇതിന്റെ ലൈഫ് ടൈം ഈസ് ലാർജ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പം E3 എന്നുള്ള സ്റ്റേറ്റ് എന്താ? ഷോർട്ട് ലിവ്ഡ് ആണെങ്കിൽ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആയിട്ടുള്ള E2 എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്താണ്? ലോങ് ലിവ് ആണ്. അതായത് ലൈഫ് ടൈം വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് ആറ്റംസ് താഴോട്ട് വരില്ല. അപ്പൊ മുകളിലേക്ക് എക്സൈറ്റ് ചെയ്തിട്ടുള്ള E3 എക്സൈറ്റ് ചെയ്തിട്ടുള്ള ആറ്റംസ് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ലോവർ എനർജി സ്റ്റേറ്റ് ആയിട്ടുള്ള E2 എന്ത് ചെയ്യും? ട്രാൻസിഷൻ ഒക്കെ ചെയ്യും ബൈ നോൺ റേഡിയേറ്റീവ് പ്രോസസ്. എന്താണ് റേഡിയേറ്റീവ് ട്രാൻസിഷൻ? നോൺ റേഡിയേറ്റീവ് നമ്മൾ പറഞ്ഞാണ്. നോൺ റേഡിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എനർജീസ് എമിറ്റ് ചെയ്യൂല. സം കൊളീഷൻസോ എന്തെങ്കിലും വൈബ്രേഷനോ കാരണം അത് എന്ത് ചെയ്യാണ്? എനർജിയിൽ ഡിഫറൻസ് ഇല്ലാതെ എനർജി എക്സ്ചേഞ്ച് ആണ് നടക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആയിട്ടുള്ള E2 പാസ് ചെയ്യും. അപ്പൊ E2 എന്ന് പറയുന്നത് ലോങ് ലൈഫ് ടൈം ആയതുകൊണ്ട് തന്നെ
E2 എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യും, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോണിക്സ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കുക, നിങ്ങൾ ഫിഗറിൽ നോക്കട്ടോ. അപ്പൊ ഇവിടെ ഇനീഷ്യലി നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് എവിടെ ഉള്ളത്, E1-ലാണ് അല്ലെ, അതിലേക്ക് ഡൗട്ട് ഇല്ല. ദെൻ ഞാൻ പമ്പ് കൊടുത്തു, മുകളിലോട്ട് എന്ത് ചെയ്യും, ഇവര് പോവും അല്ലെ. ബട്ട് ഇവര് പോയിട്ടുണ്ടെങ്കിൽ ഇവര് ഇവിടെ എത്തി കുറച്ച് കഴിയാനും ഇവര് എങ്ങോട്ട് പോവും, E2-ലേക്ക് എന്ത് ചെയ്യും, നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ പ്രകാരം പോകും. കാരണം ഇത് ഷോർട്ട് ലിവിഡ് ആണ്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരെ നമ്പർ എന്ത് ചെയ്യും, കുറയും. ബട്ട് ഇത് ലോങ് ലിവിഡ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ലിവിഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും, ഇയാൾ കുറെ നേരം നിൽക്കും. അതിന്റെ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യും, ഇവിടെ ഷോർട്ട് ലിവിഡ് ആയതുകൊണ്ട് വേറെ ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ പമ്പിങ് നടന്നു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും, ലോങ് ലൈഫ് ആയതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റിൽ കുറെ ആൾക്കാർ നിൽക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിവിടെ പമ്പ് കൊടുക്കാനനുസരിച്ച് ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യും, കൂടി വരും. അപ്പൊ E2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാൾ ഹയർ എനർജി സ്റ്റേറ്റ്. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹയർ എനർജി സ്റ്റേറ്റ് ഇപ്പൊ ഏതാണ്, E2 ആണ്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. കൂടാതെ നമ്മൾ എന്ത് ചെയ്തു, E3 കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്താണ്, നമ്മൾ പമ്പ് ചെയ്ത് അത് എന്ത് ചെയ്യാണ്, നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ഒക്കെ ചെയ്തിട്ടാണ് E2-ലേക്ക് വരുന്നത്. നമുക്ക് 2 ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന് റീസൺ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ 3 ലെവൽ സിസ്റ്റംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുള്ള മെക്കാനിസം ആണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാൾ കൂടുതലായിട്ടുണ്ട്, എന്ത് ചെയ്യും, ലേസർ അച്ചീവ് ചെയ്യും. ഇതിനെ നമ്മൾ എന്ത് പറയും, 3 ലെവൽ മെക്കാനിസം എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഒന്നുമില്ല, മൂന്നാമതൊരു സ്റ്റേറ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തു. അതിലുള്ള രണ്ടാം E2 എന്ന് പറയുന്നത് എന്താണ്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കുമെന്ന് മാത്രം. ഓക്കെ, ഇതാണ് 3 ലെവൽ ലേസർ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങളെ സിലബസിൽ ഇതില്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബൈ ചാൻസ് എക്സാമിന് ചോദിച്ചാൽ അറിയില്ല. കാരണം നിങ്ങൾ പഠിക്കുന്ന ലേസർ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ലേസർ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ ലേസറിൽ ഈ മെത്തേഡ് വരാം. അപ്പൊ ഈ മെത്തേഡ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, 3 ലെവൽ ലേസേഴ്സ് മെക്കാനിസം. അതുപോലെ തന്നെ റൂബി ലേസർ എന്ന് പറയുന്ന ലേസറിലെ ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കവർ ചെയ്തതാണെന്ന് പറഞ്ഞ മെയ്മാൻ, നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ വെച്ചിട്ടാണ്. അപ്പം ആ റൂബി ലേസറിൽ എന്താണ്, 3 ലെവൽ സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നോക്കാം, ഈ ഒരു സിസ്റ്റം അച്ചീവ് ചെയ്യാൻ എന്താണ്, ചലഞ്ചിങ് ആണ്. ബിക്കോസ് ഇവിടെ ലേസിംഗ് ആക്ഷൻ നടക്കുന്ന 2 ലെവൽ എന്ന് പറഞ്ഞാൽ E1-ന്റെയും E2-ന്റെയും ബിറ്റ്വീൻ ആണ്. അല്ലാതെ E1 E3 അല്ല കേട്ടോ. E1 E2-ന്റെയും ഇൻ ബിറ്റ്വീൻ ആണ് ലേസർ ആക്ഷൻ നടക്കുന്നത്. അപ്പൊ E1 E2 എന്ന് പറഞ്ഞാൽ E1 എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് അല്ലെ. E2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലേസർ ആക്ഷൻ നടക്കുന്ന ഇത് തമ്മിലായതുകൊണ്ട് ഇതിന്റെ ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ E2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലേസിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ലേസർ ലൈറ്റ് കിട്ടുന്നത് ഏതൊക്കെ എനർജി ലെവൽസിന്റെ ഇൻ ബിറ്റ്വീൻ ആണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ വേറെ എത്ര ലെവൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്തില്ല, ഈ ഒരു കൺസെപ്റ്റിൽ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഇവിടെ ലോവർ എനർജി പറഞ്ഞാൽ E1 ആണ്, ഹയർ എനർജി പറഞ്ഞാൽ E2 ആണ്, E3 അല്ല. ഓക്കെ ആണല്ലോ. ആ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ E1 എന്ന് പറയുന്നത് എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി കേസിൽ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് കൂടുതൽ ഉണ്ടാവാൻ കാരണം അല്ലെ. എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത്, കാരണം സ്റ്റേബിൾ ആയിട്ട് ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോ നമുക്ക് ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പമ്പിങ് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നല്ല ഹൈ പമ്പിങ് നമ്മൾ കൊടുത്താലേ ഉള്ളൂ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ലൈ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പൊ ഇതെന്താണ്, നമുക്കൊരു ചലഞ്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ 3 ലെവൽ സിസ്റ്റം അച്ചീവ് ചെയ്യൽ എന്താണ്, അച്ചീവ് ചെയ്യാം, ബട്ട് അതൊരു ചലഞ്ചിങ് ആണ്. കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഫേർട്ട് എടുക്കേണ്ടി വരും, കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് അത് മാറും. ഓക്കെ ആണല്ലോ. ആ ഒരു ചലഞ്ചിങ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഡിസഡ്വാൻറ്റേജ് ആണ് ഒരു 3 ലെവൽ സിസ്റ്റത്തിന്റെ. കൂടുതൽ പമ്പ് കൊടുക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്, ഇതിന്റെ ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു എക്സാമ്പിൾ റൂബി ലേസർ ഈ ഒരു മെക്കാനിസം വെച്ചിട്ടാണ് അച്ചീവ് ചെയ്തത്. ഫസ്റ്റ് ലേസർ ആണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ലേസറിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പഠിക്കും. ഓക്കെ ആണല്ലോ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ സർ. ഓക്കെ, ദെൻ ഇത് നിങ്ങൾ പഠിക്കാനുള്ളതാണ്. അപ്പൊ 2 ലെവൽ സിസ്റ്റത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റൂല, 3 ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റും, ബട്ട് ഡിഫിക്കൽട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്
ഇതായിരിക്കും 4-level സിസ്റ്റം. 4-level സിസ്റ്റം 3-level സിസ്റ്റം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നത് 4-level സിസ്റ്റം സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഫിഗർ നോക്കട്ടോ. നോക്ക E1 എന്ന് പറയുന്ന ഇതുണ്ട്, അതെന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇനീഷ്യലി ആറ്റംസ് എവിടെ ഉണ്ടാവുക? അല്ലെ, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അതിലൊന്നും ആർക്കും ഡൗട്ട് ഇല്ല. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സൈറ്റഡ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? E4 ആണ്. അതായത് ഇവിടെ നിന്ന് പമ്പിങ് ചെയ്താൽ ആറ്റംസ് നേരെ പോവുക എങ്ങോട്ടാണ്? E4ലേക്കാണ്. ബട്ട് E4ന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ലിവിഡ് ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ആറ്റംസ് എന്ത് ചെയ്യും? നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആണ്. അതായത് ഇവിടെ നിന്ന് എന്ത് ചെയ്യൂല? ലൈറ്റ്സ് എമിറ്റ് ചെയ്യൂല. ഓക്കെ, കൊളീഷൻസോ അല്ലെങ്കിൽ വേറെ വൈബ്രേഷൻസോ കാരണം പെട്ടെന്ന് തന്നെ ഈ ആറ്റംസ് ഓർ മോളിക്യൂൾ എവിടേക്ക് വരും? E3ലേക്ക് വരും. E3 എന്താണ്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. മെറ്റാസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ലൈഫ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ആറ്റംസ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടുന്ന് ആൾക്കാർ വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? കൂടി വരും. ദെൻ ഇനി നമ്മൾ 3 ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു സ്റ്റേറ്റും കൂടി ഇൻ ബിറ്റ്വീൻ ആയിട്ടുണ്ട്. അതാണ് E2. അപ്പൊ ഇവിടെ നിന്ന് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഡീഎക്സൈറ്റ് ചെയ്യുന്നത് E1ലേക്കല്ല, എവിടേക്കാണ്? E2ലേക്കാണ്. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലേസർ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടുത്തെ ലേസർ അച്ചീവ് ചെയ്യുന്ന രണ്ട് എനർജി ലെവൽസ് ഏതൊക്കെയാണ്? E3, E2. അല്ലാതെ E1ഉം E3യോ E1ഉം E4ഉം ഇല്ല, എന്തില്ല, ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഈ ശ്രദ്ധിക്കുക, ഈ ലേസർ അച്ചീവ് ചെയ്യുന്നത് ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? E2 ആണ്. ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് E3 ആണ്. ഈ ലോവർ എനർജി സ്റ്റേറ്റ് E2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് ഇവിടുത്തെ? അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് അച്ചീവ് ചെയ്യാൻ എന്താണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിലാണല്ലോ കൂടുതൽ ആറ്റംസ് ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ആ കണ്ടീഷൻ അച്ചീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുക. ഇവിടെ ആ പ്രശ്നമില്ല, കാരണം E2 എന്ന് പറയുന്നത് എന്തല്ല? ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല, ഗ്രൗണ്ട് സ്റ്റേറ്റിന് മുകളിലുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? 4-level ലേസർ സിസ്റ്റം എന്ന് പറയാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളെ സിലബസിൽ മെൻഷൻ ചെയ്ത ടോപ്പിക് ആണ്. അപ്പോൾ 3-level പറയാനുള്ള കാരണം 3-level അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഗ്രൗണ്ട് ലെവൽ അല്ലാത്ത ഒരു ലെവലും കൂടെ തൊട്ട് മുകളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ലേസറിന്റെ 2 ലെവൽസിൽ ലോവർ എനർജി സ്റ്റേറ്റ് ആയി കൺസിഡർ ചെയ്യുക. അപ്പം ഈ 4-level ഈ ലെവൽ കൺസിഡർ ചെയ്യാനുള്ള കാരണം തന്നെ നമ്മൾ നേരത്തെ നേരിട്ട് ഫേസ് ചെയ്ത ചലഞ്ചാണ്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ലോവർ എനർജി സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? ബിൽഡ് ചെയ്യുക. അതേ നമുക്കൊരു പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ ആ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നമ്മൾ എന്ത് 4-level ലേസർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു സിസ്റ്റം അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഉപയോഗിക്കുകയാണ് ചെയ്യാൻ. അല്ലെങ്കിൽ ഡോപ്പിംഗ് ഒക്കെ നടത്തി ഈ ലെവലിലുള്ള ഒരു സിസ്റ്റം നമ്മൾ മേക്ക് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, അതിലൂടെയാണ് നമുക്ക് ലേസർ. അതുകൊണ്ടാണ് നമ്മുടെ നാച്ചുറൽ എല്ലാ മെറ്റീരിയൽസ് എടുത്തിട്ട് നമ്മൾ ഒട്ടുമിക്ക മെറ്റീരിയൽസ് എടുത്താലൊക്കെ എന്ത് ചെയ്യും? എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ ഒക്കെ നമുക്ക് പോസിബിൾ ആക്കാം. ബട്ട് എല്ലാത്തിലും എന്തില്ല? ലേസർ ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിനുള്ള റീസൺ എന്താണ്? ലേസർ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യണം, ത്രെഷോൾഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ ഒബേ ചെയ്യുന്ന ഒരു സമയത്ത്, ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? ലേസർ എന്നുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുക. ആ ലേസർ എന്നുള്ള ഔട്ട്പുട്ടിന് കുറെ പെക്യുലാരിറ്റീസ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 4-level സ്കീം. ദെൻ ഇപ്പോൾ 4-level സ്കീമിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലേസർ ആക്ഷൻ നടക്കുന്ന 2 ലെവൽസിൽ ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ E2 ആണ്. ബട്ട് 4-level സിസ്റ്റത്തിൽ E2 എന്തല്ല? ഗ്രൗണ്ട് ലെവൽ അല്ല, ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാൻ സിമ്പിൾ ആണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ പോയിന്റ്സ് ഇവിടെ നോട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. പിന്നെ ഈ ഫിഗർ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാത്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻ വന്നാലും, എന്ത് 1 word ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെ ഇതിൽ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ ഇതിൽ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഏതാന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. E3 ആണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. പിന്നെ E2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല എന്നുള്ള കൺസെപ്റ്റ്. അതായത് ചോദിക്കാനുള്ള മാക്സിമം ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോ ഇനി ശ്രദ്ധിക്കുക,
മെയിൻ ആയിട്ടുള്ള ഒരു 4 ലെവൽ സിസ്റ്റത്തിന് 4 ലെവൽ ലേസർ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് ND യാഗ് ലേസർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു ലേസറിനെ കുറിച്ചിട്ട്? കേട്ടിട്ടുണ്ട് സർ. ഓക്കെ. റൂബി ലേസർ ആണ് ഫസ്റ്റ് ഇൻവെന്റ് ചെയ്തത്. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലേസർ ആണ് ND യാഗ്. ഇതിന്റെ കൂടുതലായിട്ടുള്ള വൈഡ് എക്സ്പ്ലനേഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എല്ലാ ലേസറിന്റെ കൂടെ പഠിക്കും. ഇത് എക്സാമ്പിൾ പറയാൻ കാരണം 4 ലെവൽ ലേസർ സിസ്റ്റം നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള 4 ലെവൽ സിസ്റ്റംസിനുള്ള ആ ലേസറിന്റെ ഒരു എക്സാമ്പിൾ ആണ്, മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത് ND യാഗ് ലേസർ. ND എന്ന് പറഞ്ഞാൽ നിയോഡിയം എന്നുള്ള ഒരു മെറ്റീരിയൽ ആണ്. അത് എന്ത് ചെയ്താണ് ഇട്രിയം അലൂമിനിയം ഗാർണൈറ്റ് ഈ മെറ്റീരിയൽ വെച്ച് ഡോപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ആ ഡോപ്പിംഗ് നടത്താനുള്ള റീസൺ എന്താണ്? നമുക്ക് ഈ 4 ലെവൽ സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യാൻ ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ND യാഗ് ലേസർ നമുക്ക് ഫോം ചെയ്യും. അപ്പം ഈ ഒരു ഇതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ ദിസ് യൂസ് ക്രിസ്റ്റൽ ഓഫ് ഇട്രിയം അലൂമിനിയം ഗാർണൈറ്റ്. യാഗ് എന്തുമായിട്ട് ഡോപ്പ് ചെയ്താണ്? നിയോഡിയം അയോൺസ് ആയിട്ട് ഡോപ്പ് ചെയ്താണ്. നിയോഡിയം അയോൺസ് ND3+ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അത് ലേസർ. അപ്പൊ ഇവിടെ ഫിഗർ നോക്കാം. ഫിഗർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ലെവൽ അച്ചീവ് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് E3 നിങ്ങളിപ്പോ പോയിന്റ് ഔട്ട് ചെയ്യണ്ട, അത് അതിൽ ഒരു ഓപ്ഷണലായിട്ട് നടക്കുന്നതാണ്. നിങ്ങൾ E0 നോക്കുക. അപ്പൊ E0 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇവിടെ ആണ് എന്തുണ്ടാവുക? ND3+ അയോൺസ് ഉണ്ടാവുക. ND3+ നിയോഡിയം അയോൺസ് ഇവിടെ ഉണ്ടാവുക. ഈ നിയോഡിയം അയോൺസിന് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസിഷൻ ഇവിടെ പമ്പിങ് നമ്മൾ കൊടുക്കും. പമ്പിങ് കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള E4ലേക്കും പോവാം, E3ലേക്ക് പോവാം. നമ്മൾ ഇപ്പം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്താണ്? E4ലേക്കാണ് പ്രോസസ് ചെയ്യുന്നത്. ആ E4ലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വേവ് ലെങ്ത് ആണ് ഇത് 0.73 മൈക്രോമീറ്റർ റേഞ്ചിലുള്ള ഒരു പമ്പിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻ ബിറ്റ്വീൻ ഇതിന്റെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ് ഒക്കെ ചെയ്യുള്ളൂ. നമുക്ക് ഇതാണ് വേണ്ടത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആയി ഇതാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് E2ലേക്ക് പോകും. പിന്നെ 4 ലെവൽ ആണെങ്കിൽ E2ന്റെയും E1 ഈ രണ്ട് ലെവൽസിന് എടുക്കാണ് ലേസർ ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഫിഗറിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ E1 E2 E3 എന്നൊക്കെ പറഞ്ഞ നൊട്ടേഷൻ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള സിസ്റ്റംസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ലേസറിന് ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? 1.064 മൈക്രോമീറ്റർ. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന എന്ത് ലേസറിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര നാനോമീറ്റർ ഉണ്ടാവും? 1064 നാനോമീറ്റർ. ഈ വേവ് ലെങ്ത്തിലുള്ള ഒരു ലേസർ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുക? ND യാഗ് ലേസറിൽ കിട്ടുക. അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാവുന്ന ഫിഗർ ആണ് ഇവിടെ കാണിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ലേസറിന്റെയും നമ്മൾ ഔട്ട്പുട്ട് പഠിക്കും. ഇത്ര വേവ് ലെങ്ത്തിലാണ് ഉണ്ടാവുക, എത്ര അതിന്റെ നാനോമീറ്റർ റേഞ്ചിലാണ് ഇമ്പോർട്ടന്റ് ഉണ്ടാവുക. മൈക്രോമീറ്റർ അറിഞ്ഞിരുന്നാലും നിങ്ങൾക്ക് അറിയാം. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶, നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹. അപ്പൊ അതിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇപ്പൊ രണ്ടിലും എഴുതാൻ അറിയാം, കാരണം ഓപ്ഷൻ ഏതിലാണ് വരുന്നത് അതിന്റെ ബേസിൽ നിങ്ങൾ അത് മനസ്സിലാക്കി കേട്ടോ. ഈ നാനോമീറ്റർ ഇതായിരിക്കും ND യാഗ് ലേസറിന്റെ എന്തുണ്ടാവുക? ഔട്ട്പുട്ട് ആയിട്ട് ഉണ്ടാവുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതേ സിസ്റ്റംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഫിഗറിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ സെയിം ആണ്. കാരണം മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ND യാഗ് പറയാൻ കാരണം അതൊരു 4 ലെവൽ ലേസർ സിസ്റ്റം ആണ്. പിന്നെ കൂടാതെ ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ വൈഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് വളരെ ചെറുത് ആയാണ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ബട്ട് ഇതൊക്കെ നിങ്ങളെ സിലബസിലുള്ള ഈച്ച് ആൻഡ് എവരി പോയിന്റ് നിങ്ങളുടെ സിലബസിലുള്ള പോയിന്റുകളാണ്. അപ്പൊ എവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? ഓക്കെ ആണ് സർ. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്തത് ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാണ്. ഒന്ന് നമ്മൾ പറഞ്ഞത് മോഡ്സ് എന്താന്ന് പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡ് മോഡ്സ് സ്റ്റാൻഡിങ് വേവ്സ് ആണ്. റെസൊണേറ്റർ ക്യാവിറ്റിന്റെ ഇൻ ബിറ്റ്വീൻ ആയി ഫോം ചെയ്യുന്ന സ്റ്റാൻഡിങ് വേവ്സിനെയാണ് എന്താ പറയാ? മോഡ്സ് എന്ന് പറയാം. അതിൽ കുറെ മോഡ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ് ആണ്. അതായത് ഒപ്റ്റിക്കൽ ആക്സിസ് അല്ലെ, ഒരു ക്യാവിറ്റിക്ക് എന്തുണ്ടാവും? ഒപ്റ്റിക്കൽ ആക്സിസ് ഉണ്ടാവും. ആ ഒപ്റ്റിക്കൽ ആക്സിസിന്റെ എലോങ് ആണ് സ്റ്റാൻഡിങ് വേവ്സ് എങ്കിൽ അതേ നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ് എന്ന് പറയും. പിന്നെ ഡിഫറെന്റ് ലോഞ്ചിറ്റ്യൂണൽ മോഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റെസൊണേറ്റർ ക്യാവിറ്റിയിൽ ഉണ്ടാവാൻ പോസിബിൾ ആണ്. ഇനി അതിൽ തന്നെ ഈ ലോഞ്ചിറ്റ്യൂണൽ മോഡ്സിന്റെ ഫേസുകൾ നമ്മൾ ലോക്ക് ചെയ്താൽ
സിങ്ക്രണൈസ് ചെയ്യുക എന്നൊക്കെ പറയും. നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? അൾട്രാ ഷോർട്ട് പൾസസ് ഫോം ചെയ്യാൻ പറ്റും. ആ ഒരു മെക്കാനിസത്തിന് നമ്മൾ മോഡ് ലോക്കിംഗ് മെക്കാനിസം എന്ന് പറയും. ഈ ഫേസുകൾ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ട് ഫീൽഡ് ആഡ് ചെയ്യാൻ പറ്റും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആ ഒരു ടൈമിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അൾട്രാ ഷോർട്ട് പൾസസ് ഫോം ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ മോഡ് ലോക്കിങ്ങിൽ നമ്മൾ പറഞ്ഞത്. ദെൻ സെക്കൻഡ് ടേണിൽ എത്തിയപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? 2 ലെവൽ സിസ്റ്റംസ് എന്ത് ചെയ്യൂല? ലേസർ അച്ചീവ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനും പ്രോബബിലിറ്റീസ് എന്താണ്? ഈക്വൽ ആണ്. ദെൻ സെക്കൻഡ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? 3 ലെവൽ സിസ്റ്റത്തിൽ നമ്മൾ വന്നു. അതിന്റെ അഡ്വാൻറ്റേജ് അപ്പൊ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ 3 ലെവലിൽ കൺസിഡർ ചെയ്യണം. 2 പറ്റൂല. അപ്പോൾ 3 ലെവൽ സിസ്റ്റംസ് കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ അച്ചീവ് ചെയ്തു. ബട്ട് അതിൽ നമ്മളൊരു ചലഞ്ച് ഫേസ് ചെയ്ത് എന്ത്? അതിന്റെ ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പൊ ലോവർ എനർജി സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ്? മാക്സിമം ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ലൈ ചെയ്യുക അവിടെ ആയിരിക്കും. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യൽ എന്തായിരിക്കും? ബുദ്ധിമുട്ടാണ്, ചലഞ്ചിങ് ആണ്. അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്നല്ല, ബട്ട് നമ്മൾ കൂടുതൽ പമ്പിങ് സോഴ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. അത് എന്താണ്? ചലഞ്ചിങ് ആണ്. അപ്പൊ അത് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി 4 ലെവൽ ലേസർ കൊണ്ടുവന്നു. 4 ലെവൽ ലേസർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? നേരത്തെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു. എന്ത്? ലോവർ എനർജി സ്റ്റേറ്റ് എന്നുള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലാതെ അതിന്റെ തൊട്ട് മുകളിലുള്ള മറ്റൊരു എനർജി സ്റ്റേറ്റ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേസർ ആക്ഷൻ എന്നുള്ളത് എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് പോപ്പുലേഷൻ ഇൻവേഷൻ അച്ചീവ് ചെയ്യാനും ലേസർ ആക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൽ പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആണ് 4 ലെവൽ ലേസറിലെ ഇമ്പോർട്ടന്റ് ആണ് NdArc ലേസർ. അതിന്റെ ഫിഗർ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ടിന്റെ വേവ് ലെങ്ത്, എത്ര വേവ് ലെങ്തിലുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നതെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്. വളരെ ഷോർട്ട് ക്ലാസ് ആണ്, ബട്ട് ഈച്ച് ആൻഡ് എവരി പോയിന്റ് നിങ്ങളെ സിലബസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഇത് റീഡ് ചെയ്തതിനു ശേഷം നമ്മുടെ MCQ ഒന്ന് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? Okay, sir. ഓക്കെ, താങ്ക് യു. Thank you, sir.